സംസ്ഥാനത്ത് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ധരിക്കുന്ന ഹെൽമറ്റുകൾ സുരക്ഷിതമാണോ? പലരും ഫൈൻ ഒഴിവാക്കാൻ വേണ്ടി എന്നല്ലാതെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവയല്ല ഉപയോഗിക്കുന്നത് എന്നാണ് വാസ്തവം. അപകട മരണങ്ങൾ കുറയ്ക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് നിർബന്ധമാക്കിയിട്ടുള്ളതെന്ന് അറിയാത്തവരായി ആരുമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാലോ, ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കണേൽ നല്ലതല്ല. ഓരോരുത്തർക്ക് ഓരോ രീതി, എന്നാലും നമ്മുടെ സേഫ്റ്റിന് ഏറ്റവും നല്ലത് ഹെൽമറ്റ് ഉപയോഗം നല്ലതാണ്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ പറയണത്. അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മളെ കടമയാണ്. മനസ്സിലായില്ലേ? മെഡിക്കൽ കോളേജ് ഒന്ന് നോക്ക്, അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നത് ഹെൽമറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ സുരക്ഷ പൂർണ്ണമാകാൻ ഹെൽമറ്റുകൾ എങ്ങനെ ധരിക്കണം? ഇട്ടിട്ടില്ല. ഇതിനും ഉണ്ട് കേട്ടാ, ഇതിനും ഉണ്ട് കേട്ടാ. ഹെൽമറ്റുകൾ പലവിധമുണ്ട്. പക്ഷേ ഓപ്പൺ ഹെൽമറ്റുകളേക്കാൾ മുഖം പൂർണ്ണമായി കവർ ചെയ്യുന്ന ക്ലോസ്ഡ് ഹെൽമറ്റുകൾക്കാണ് സുരക്ഷ കൂടുതൽ. സ്ട്രാപ്പുകൾ മുഖത്തോട് ചേർന്ന് നിൽക്കും വിധം കൃത്യമായി ധരിക്കാൻ മറക്കരുത്. പോലീസിന്റെ കണക്കനുസരിച്ച് ഒക്ടോബർ മാസം വരെ സംസ്ഥാനത്താകെ 40,821 അപകടങ്ങൾ നടന്നു. ഇതിൽ ഇരുചക്ര വാഹനാപകടങ്ങളാണ് കൂടുതൽ. കഴിഞ്ഞ വർഷം 14,162 ഇരുചക്ര വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 1,237 പേർക്ക് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വാഹനങ്ങൾ 10 മടങ്ങ് വർദ്ധിക്കുന്നു. അതിനനുസരിച്ചുള്ള റോഡ് വികസനം സാധ്യമാകുന്നുമില്ല. അപ്പോൾ സുഖകരമായ യാത്രകൾക്ക് വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ യാത്രകൾ സുഖകരമാകാൻ വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷ ശീലമാക്കാം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.